സഹോദരന്മാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ ആൻഡ് ദ റിയൽ മൗണ്ട് സീനായ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരമ്പരയുടെ അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുവാനും കേൾക്കുവാനും പോകുന്നത്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ട ഇസ്രായേൽ ജനം അവർക്ക് ആരാധിക്കുവാൻ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിനു ശേഷം എന്താണ് സംഭവിച്ചത്? പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശയുടെ മടങ്ങിവരവിന് വേണ്ടി ദിവസങ്ങളായി ആകാംക്ഷയോടെ കാത്തിരുന്ന ജനങ്ങൾ നിസ്സഹായരായി ഈജിപ്തിലായിരുന്നപ്പോൾ തങ്ങളുടെ അന്ധവിശ്വാസത്തിലേക്ക് തിരിഞ്ഞു. ദൈവത്തെ സാദൃശീകരിക്കുന്ന ഒരു വിഗ്രഹം ആവശ്യമാണെന്ന് ജനം ആഗ്രഹിച്ചു. എന്നാൽ ദൈവം അവിടുത്തെ സാദൃശ്യം ആർക്കും നൽകിയിരുന്നില്ല. ആരാധനയ്ക്ക് ഏത് തരത്തിലുള്ള സാദൃശ്യങ്ങളും ദൈവം വിലക്കിയിരുന്നു. എന്നാൽ ജനങ്ങൾ അഹരോന്റെ അടുക്കൽ വന്നുകൂടി ബഹളം വെച്ചു തുടങ്ങി. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ ഞങ്ങൾക്ക് ആരാധിപ്പാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം. മോശയുടെ സഹോദരനായ അഹരോൻ അവരുടെ ആവശ്യങ്ങൾക്ക് കീഴടങ്ങി. സ്ത്രീകൾ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കി മിസ്രൈമിലെ ദേവന്മാരെ അനുകരിച്ച് ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഇത് നമ്മുടെ ദൈവമാകുന്നുവെന്ന് ആർത്ത് വിളിച്ച് നമസ്കരിച്ചു. അതിൻ്റെ മുമ്പിൽ ഒരു ബലിപീഠമുണ്ടാക്കി യാഗങ്ങൾ നടത്തി. യഹോവയുടെ ഉത്സവം എന്ന വ്യാജന അവർ അമിതമായി ഭക്ഷിക്കുകയും ദുർനടപ്പ് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ദൈവം മോശയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ജനം ദൂഷാഠ്യമുള്ള ജനമാണ്. എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. അവർ അവരെ തന്നെ വഷളാക്കിയിരിക്കുന്നു. അതിനാൽ എൻ്റെ കോപം അവർക്ക് വിരോധമായിരിക്കുന്നു. എന്നാൽ അവർക്ക് വേണ്ടി ദൈവത്തോട് വാദിച്ച മോശെ ദൈവത്തിൻ്റെ സ്വന്തം കൈയാൽ പണിതതും എഴുതിയതുമായ സാക്ഷ്യപ്പലക, അതായത് ദൈവം തൻ്റെ കൈവിരൽ കൊണ്ടെഴുതിയ 10 കൽപ്പനയായ സാക്ഷ്യപ്പലക രണ്ടും കയ്യിൽ പിടിച്ച് പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നു. അവർ ഉണ്ടാക്കിയ സ്വർണ്ണക്കാളക്കുട്ടിയുടെ മുൻപിൽ നൃത്തം ചെയ്യുകയായിരുന്ന ജനങ്ങളെ കണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. മോശയുടെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലകകളെ പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. അതുമാത്രമല്ല, അവരുണ്ടാക്കിയ സ്വർണ്ണ കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ട് അരച്ചു പൊടിയാക്കി ഹോരോവിൽ നിന്നും ഒഴുകി വന്ന അരുവിയിൽ വിതറി. ആ വെള്ളം അവരെ കുടിപ്പിച്ചു. അനേകം വർഷങ്ങളായി ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഇസ്രയേലിയർ ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന വിജാതീയ ദൈവങ്ങളെ ആയിരുന്നു. ഈ ഭാഗത്തായിട്ടാണ് അവർ യാഗപീഠം പണിത് സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുന്നിൽ നൃത്തം ചെയ്തത്. This one is the cow petroglyphs that signify that when they are rebel against God, they create and the result is the calf, the cow. This is, they call it the golden calf altar, where people of Israel was rebel against God because they lost their hope when Moses climbed to the mountain. So they asked Aaron to build an idol that they were also when they are in Egypt, they also worship because they forget God. ഇതിനു ചുറ്റും സൗദി ഗവൺമെൻറ് ഫെൻസ് ഇട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പാറക്കൂട്ടങ്ങളുടെ പുറത്തായിട്ട് പുരാതന ഈജിപ്തിൻ്റെ ദൈവങ്ങളായ പശു, കാള തുടങ്ങിയവയുടെ കൊത്തുപണികളും പുറംജാതീയ ദൈവങ്ങളുടെ ചിത്രങ്ങളും കാണുവാൻ സാധിക്കും. ഈജിപ്ഷ്യൻ ശൈലിയിലുള്ള പെട്രോഗ്ലിപ്പുകൾ പാറയിൽ ആലേഖനം ചെയ്തതായി എല്ലായിടവും കാണുവാൻ സാധിക്കും. എന്നാൽ ഈ കാളക്കുട്ടിയെ നമസ്കരിക്കാതെ ദൈവത്തെ അനുസരിച്ച ജനങ്ങളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്തവരുടെ പേർക്ക് നടത്തിയ ന്യായവിധിയിൽ 3000 പേർ സീനായുടെ അടിവാരത്ത് വെച്ച് കൊല്ലപ്പെട്ടു. വീണ്ടും മോശ ഈ പർവ്വതത്തിന് മുകളിൽ കയറി ചെന്ന് ജനങ്ങളുടെ പാവങ്ങൾ ക്ഷമിച്ചു കിട്ടുവാൻ ദൈവത്തോട് മധ്യസ്ഥത വഹിച്ചു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേർ മായ്ച്ചു കളയണമേ. എന്നാൽ ദൈവം മോശയ്ക്ക് കൊടുത്ത മറുപടി എന്താണെന്നോ? എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. അതിനാൽ ഞാൻ കൽപ്പിച്ച ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുക. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. 2 സ്നേഹിതന്മാർ അഭിമുഖമായി സംസാരിക്കുന്നത് പോലെയാണ് ദൈവവും മോശയും സംസാരിച്ചത്. മേഘസ്തംഭത്തിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ ശബ്ദം മാത്രം കേട്ടിരുന്ന മോശയ്ക്ക് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ ആഗ്രഹമുണ്ടായി. ദൈവം മോശയോട് പറഞ്ഞത്, നിനക്കെന്നെ മുഖം കാണുവാൻ കഴിയില്ല.
ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം അതിരാവിലെ തന്നെ മോശ സീനായി പർവ്വതത്തിന് മുകളിൽ കയറി ചെന്നു. മുമ്പിലത്തെ പോലെ 2 കൽപ്പലകകൾ ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകയിൽ എഴുതും. ഇസ്രായേൽ ചെന്ന് പാർക്കാൻ പോകുന്ന കാനാൻ ദേശത്ത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം ദൈവം മോശയോട് പറഞ്ഞത്, ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു. ഇതിനെ മോശ എഴുതിയ ന്യായപ്രമാണം എന്ന് വിളിക്കുന്നു. എന്നാൽ 10 കൽപ്പനയായ ന്യായപ്രമാണം ദൈവം തൻ്റെ സ്വന്തം കരങ്ങളാൽ കൽപ്പലകയിൽ എഴുതി കൊടുത്തു. ആ കൽപ്പലക 2 കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ സീനായ് പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ മോശ അറിഞ്ഞിരുന്നില്ല തൻ്റെ മുഖത്തിൻ്റെ ജ്വലിക്കുന്ന പ്രകാശത്തെക്കുറിച്ച്. എന്നാൽ ഇത് കണ്ട ഇസ്രായേൽ ജനങ്ങൾ മോശയുടെ അരികിലേക്ക് ചെല്ലുവാൻ ഭയപ്പെട്ടു. 40 രാവും 40 പകലും ഈ കാണുന്ന സീനായ് പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ആയിരുന്ന മോശയ്ക്കു യഹോവ നൽകിയ നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, ന്യായപ്രമാണങ്ങൾ, അവർ നടക്കേണ്ട വഴികൾ എല്ലാം മോശ ജനങ്ങളെ അറിയിച്ചു. എന്നാൽ യഹോവയായ ദൈവം അവരോട് പറഞ്ഞത് അവർ അനുസരിക്കുമെന്ന് വാക്കുകൊടുത്തു. ഇന്ന് ലോകം ഇസ്രായേൽ എന്ന് വിളിക്കുന്ന പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശമായ കനാനിലേക്കുള്ള സകല പ്രയാണങ്ങളിലും യഹോവയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇസ്രയേൽ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ. എങ്ങനെയാണ് ഇവർ ഈജിപ്തിൽ അടിമകളായി പോയത്? ഇസ്രയേലിൽ എങ്ങനെയാണ് അവർ എത്തിച്ചേർന്നത്? എന്തുകൊണ്ടാണ് ഇസ്രയേൽ എന്ന രാജ്യം എപ്പോഴും യുദ്ധം നേരിടേണ്ടി വരുന്നത്? തുടങ്ങിയ ചരിത്രം അറിയുവാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പര കാണുകയും സംശയങ്ങൾ ചോദിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ ടീമിന്റെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വീഡിയോസുകളും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.